CPM നേതാവായിരുന്ന ഇ കാസിം അനുസ്മരണം ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചു. ഭരണിക്കാവിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളും മന്ത്രി വിതരണം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കാശി വർക്കേഴ്സ് സെന്റർ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൺട്രോൾ കമ്മീഷൻ അംഗവുമായിരുന്ന ഇ കാസിമിന്റെ അനുസ്മരണമാണ് ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത്. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവയോടെയായിരുന്നു അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഭരണിക്കാവ് CK സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കാലം മാറുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ അത്തരം പ്രവർത്തകരുടെയൊക്കെ അഭാവം വരും. കാരണം നമ്മൾ ഓരോ തലമുറ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇപ്പോൾ പണ്ട് പ്രവർത്തിച്ചിരുന്ന പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മനസ്സിൻ്റെയും മനസാക്ഷിയുടെയും സമൂഹത്തിൻ്റെയും ഉള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെയും കാര്യത്തിൽ മാറ്റം വരാൻ പാടില്ല. പണ്ടുണ്ടായിരുന്നത് ഉള്ള അത്ര പരിമിതമായ സൗകര്യം ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നൊക്കെ കിഴക്കൻ മേഖലയിലേക്ക് ചാർജായി പോയി അവിടുത്തെ പാർട്ടി ലോക്കലിൻ്റെയും ഒക്കെ ചാർജ് എടുത്ത് അവിടെ താമസമാക്കിയ ആളുകളുണ്ട്. ഇവിടുന്ന് പോയിട്ട് ഇപ്പോഴും അവിടെ സെറ്റിൽ ചെയ്തിട്ട് ആളുകളുണ്ട്. അതിൻ്റെ അടുത്ത തലമുറ ഇപ്പോൾ അവിടെ ഉണ്ട്. അന്ന് കിഴക്കൻ മേഖലയിൽ പോവാം. ഇവിടുന്ന് കമ്മിറ്റിക്ക് പോയാൽ അന്ന് വരാൻ പറ്റുമോ? ഇവിടുന്ന് അന്നത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുന്നുള്ള കമ്മിറ്റിക്കൊക്കെ പോകുന്നത് ഇപ്പോഴത്തെ പത്തനംതിട്ടയുടെ അങ്ങേയറ്റത്ത് ശൗര്യരുടെ താഴെയൊക്കെയുള്ള സ്ഥലത്ത് കമ്മിറ്റിക്ക് പോകും. അവിടെ താമസിക്കുന്നത് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ സഖാക്കളുടെ വീട്ടിൽ താമസിക്കും. ഏതെങ്കിലും ജീപ്പിൻ്റെയോ ലോറിയുടെ പുറകെ കയറി പുറത്ത് കയറി ഇവിടെ വരും. ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നത്തെ കാലത്ത് ആ പ്രവർത്തനം നടത്തിയേ പറ്റൂ. CPM കുന്നത്തൂർ ഏരിയ സെക്രട്ടറി TR ശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. K രാജഗോപാൽ, K സുമപ്രസാദ്, M ശിവശങ്കരപിള്ള, ഡോക്ടർ PK ഗോപൻ, B ശശി, KK രവികുമാർ, N യശുപാൽ, PR അജിത്ത്, S ശശികുമാർ, S സത്യൻ, K ശോഭന, G പ്രിയദർശിനി എന്നിവർ പങ്കെടുത്തു. കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോമെന്റും മന്ത്രി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.